കർമ്മലമാതാവേ, നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയുടെ 6ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വെളിപാട് പുസ്തകം 22:12 ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. വാസ്തവത്തിൽ ഈശോയുടെ ഒരു കടന്നുവരവ് സമ്മാനം കൊണ്ടുള്ള കടന്നുവരവ് പോലെയല്ലേ 1251 ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവ് കർമ്മലോത്തരീയം എന്ന സമ്മാനവുമായി സൈമൺ സ്റ്റോക്ക് പുണ്യവാളന്റെ അടുത്തേക്ക് കടന്നു വന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 42-43 വചനങ്ങളുടെ തുടർച്ച ഇങ്ങനെയാണ്. ആ വൃദ്ധയൻ ചെന്ന് കടലിലേക്ക് നോക്കുന്നു. ഏലിയ പറഞ്ഞതനുസരിച്ച് ഒരു മനുഷ്യകരത്തോളമുള്ള മേഘം വന്നു. ആ മേഘത്തെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുക പരിശുദ്ധ അമ്മയുടെ ഒരു കടന്നുവരവായിട്ട്. മേഘം മഴയുടെ അനുഗ്രഹത്തിന്റെ സൂചനയാണ്. മേഘം കടന്നു വരുമ്പോൾ അനുഗ്രഹം, മഴ കടന്നു വരുന്നതിൻ്റെ സൂചന ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുള്ളിടത്ത് അനുഗ്രഹദായകനായ ഈശോ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഈ കർമ്മലോത്തരീയം അമ്മ തന്നത് ഈശോയുടെ അനുഗ്രഹ വരവിൻ്റെ സൂചനയായിട്ടാണല്ലോ. ഞങ്ങളുടെ രക്ഷയുടെ അച്ചാരമാണല്ലോ ഇത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അമ്മേ. എന്നും ഇത് ശരീരത്തിൽ ധരിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഒരത്ഭുതം വിവരിക്കാം. അമേരിക്കയിലെ ഓഹിയോ എന്ന പ്രവിശ്യയിലെ അസ്തബുള്ള എന്ന പട്ടണത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു ട്രെയിൻ അപകടത്തിൽ വെച്ച് ഉത്തരീയധാരിയായ ഒരു മനുഷ്യന് അപകടം സംഭവിച്ച് അദ്ദേഹത്തിന്റെ ശരീരം ഏകദേശം 2ആയി മുറിയപ്പെടുകയുണ്ടായി. 3/4 മണിക്കൂറോളം അദ്ദേഹം മരിച്ചില്ലത്രേ. വൈദികൻ കടന്നു വന്ന് മാരകപാപിയായിരുന്ന അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം കേട്ട് പാപമോചനം നൽകിയതിനു ശേഷം അദ്ദേഹം സ്വർഗത്തിലേക്ക് പറന്നുയർന്നു അത്രേ. ഉത്തരീയം ധരിച്ചാൽ നിത്യ നരകാഗ്നിയിൽ നിങ്ങൾ നിബന്ധിക്കില്ല എന്ന പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം ഓർക്കാം. ഈ വലിയ ദാനത്തെ ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 6ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ അതിവന്ദന മാതാവേ, സ്നേഹനിർഭരമായ കരുതലോടെ ദുഷ്ടനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഒരു കവചമായി അമ്മയുടെ ഉത്തരീയം കൊണ്ട് അമ്മ ഞങ്ങളെ മൂടി. അമ്മയുടെ സഹായത്താൽ തിന്മയുടെ ശക്തികൾക്കെതിരെ ഞങ്ങൾ ധീരമായി പോരാടട്ടെ. അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിന് ഞങ്ങൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. അമ്മേ കർമ്മല മാതാവേ, ദൈവീക പുണ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ കർമ്മല മാതാവേ, ദൈവീക പുണ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ കർമ്മല മാതാവേ, ദൈവീക പുണ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.